ഇനി ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവാണ്. മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് വന്ന ഫോൺ കോളിൽ SIT രൂപീകരിക്കാൻ ശുപാർശ. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയാണ് ശുപാർശ നൽകിയത്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജ്കുമാറിന്റെ പേരിലാണ് ഫോൺ കോൾ വന്നത്. കൂടുതൽ പരാതികൾ ഉയർന്നതോടെയാണ് SIT രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ബെൻസൺ ബാബു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ബെൻസൺ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കല്ല പലർക്കും ഇതേമാതിരി ഫോൺ കോളുകൾ വന്നിരുന്നു. പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് വിദ്യയ്ക്ക് മാത്രമല്ല ഷാഫി പറമ്പലിനടക്കം ഫോൺ കോൾ വന്നതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് SITയുടെ രൂപീകരണം? ബെൻസണിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം വിദ്യയ്ക്കാണ് ഈ തരത്തിൽ ഫോൺ കോൾ വരുന്നത്. പിന്നീട് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനും അതേപോലെ തന്നെ ഡീൻ കുര്യാക്കോസിനുമൊക്കെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് വ്യാജ ഫോൺ കോളുകൾ വന്നിരുന്നു. ബെൻസൺ പറഞ്ഞോളൂ, വിവരങ്ങൾ പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ SITയുടെ രൂപീകരണം? സേതുലക്ഷ്മി, അതൊരു വലിയ തട്ടിപ്പാണോ എന്നതിലൊരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമായി ഉയർന്നു വന്നിരിക്കുന്നത്. SIT രൂപീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാം എന്നുള്ളതായിരുന്നു എലത്തൂർ MLA ആയിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണന് ലഭിച്ചിട്ടുണ്ടായിരുന്ന വാഗ്ദാനം. സമാന രീതിയിൽ തന്നെ പല MP മാർക്കും അതോടൊപ്പം തന്നെ MLA മാർക്കും കോളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം മുൻപോട്ട് പോകണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. അതും കോഴിക്കോട്, വയനാട് സൈബർ പോലീസുകൾ സംയുക്തമായിട്ടാണ് നിലവിൽ ഈ കേസ് അന്വേഷിച്ചു വരുന്നത്. കാരണം ഏറ്റവും ആദ്യം പരാതി നൽകുന്നത് വിദ്യാ ബാലകൃഷ്ണനായിരുന്നു. അതിനുശേഷം മറ്റ് പല ആളുകളും പരാതി നൽകി. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധി MP യുടെ സ്റ്റാഫിലുള്ള ആളുടെ പേര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നപ്പോൾ അദ്ദേഹവും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പരാതികളെല്ലാം സംയുക്തമായ ഒരു SIT രൂപീകരിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുൻപോട്ട് വരുന്നത്. ശരി ബെൻസൺ, ശരി, വ്യക്തമാണ്.